ആഫ്റ്റർ എ ലോങ് ടൈം ഒരു ലെഗ് വർക്കൗട്ടിലേക്കാണ്. കുറേ നാൾക്ക് ശേഷം ലെഗ് വർക്കൗട്ട് ചെയ്യുമ്പോൾ പിറ്റേ ദിവസത്തെ ബുദ്ധിമുട്ട് ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും. നടക്കാൻ പോലും പറ്റാത്തൊരു പെയിനാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ പ്രശ്നമല്ല, ഇപ്പോൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വർക്കൗട്ട് ഇവിടെ സ്റ്റോപ്പാവും. ഞാൻ ലെഗിൻ്റെ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ നല്ല രീതിയിൽ വാമപ്പ് ചെയ്യാറുണ്ട്. ലെഗിന് അത്രയും സ്ട്രെച്ചും കൊടുക്കാറുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ലെഗിൻ്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാറ്. ആദ്യത്തെ വർക്കൗട്ട് സ്മിത്തിനകത്ത് സ്ക്വാട്ടാണ്. 10ൻ്റെ 2 പ്ലേറ്റ് ആഡ് ചെയ്തു. 3 സെറ്റും അതിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ വർക്കൗട്ട് ലെഗ് പ്രസ്സാണ്. അതിൽ 20ൻ്റെ 2 പ്ലേറ്റ് ആഡ് ചെയ്തു. 3 സെറ്റും അതിൽ തന്നെ അങ്ങ് ഫിനിഷ് ചെയ്തു. മൂന്നാമത്തെ വർക്കൗട്ട് എക്സ്റ്റൻഷൻ ആയിരുന്നു. എക്സ്റ്റൻഷൻ ഞാൻ വെയിറ്റ് മാറി 3 സെറ്റ് ചെയ്തു. അത്യാവശ്യം വെയിറ്റൊക്കെ ഇട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അടുത്ത വർക്കൗട്ട് സീറ്റഡ് ലെഗ് കേളാണ്. ലെഗ് കേളും അത്യാവശ്യം വെയിറ്റ് മാറി ഞാൻ നല്ല വെയിറ്റ് ഇട്ട് ചെയ്തിട്ടുണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല. ലാസ്റ്റ് വർക്കൗട്ട് സീറ്റഡ് കാഫ് റൈസ് ആണ്. 10ൻ്റെ 2 പ്ലേറ്റ് ആഡ് ചെയ്തു. 20 നമ്പർ വെച്ച് 3 സെറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തു. ലെഗിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ ലെഗ് സ്ട്രെച്ച് ചെയ്യാറുണ്ട്. ഏതെങ്കിലും ട്രെയിനേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ സഹായത്തിൽ ചെയ്യാറുണ്ട്. അല്ലാത്ത പക്ഷം ഞാൻ സ്വന്തമായിട്ട് തന്നെ നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഈ രീതിയിലാണ് ഞാൻ സ്ട്രെച്ചസൊക്കെ ചെയ്യാറുള്ളത്. നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഓരോ പൊസിഷനിലും ഒരു 5 സെക്കൻഡ്സ് എങ്കിലും ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരുപാട് ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പെയിൻ ഉണ്ടാവില്ല എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ടൈറ്റ് ആവുന്ന മസിൽസ് ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാനും മസിൽസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടാനും മസിൽ റിക്കവറി ഫാസ്റ്റ് ആക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെച്ചസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വർക്കൗട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം.